ഇന്ന് നമ്മുടെ കേരളം എത്തി നിൽക്കുന്നത് വളരെ വിചിത്രമായ ഒരു അവസ്ഥയിലാണ്. ഒരു വശത്ത് ലോകം കണ്ട ഏറ്റവും വലിയ വികസനമാണ് ഇവിടെ നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും പ്രസംഗിക്കുന്നു. മറുഭാഗത്ത് സർക്കാർ ഓഫീസുകളിലെ ബില്ലുകൾ മാറാൻ പണമില്ലാതെ ട്രഷറികൾ പൂട്ടുന്നു. ഈ മാസം മാത്രം 2 തവണയായി 3000 കോടി രൂപയാണ് സർക്കാർ കടമെടുത്തത്. ഇത്രയും വലിയ തുക കയ്യിൽ വന്നിട്ടും സാധാരണക്കാരനായ ഒരു കരാറുകാരന് കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലെ കെടുകാര്യസ്ഥത എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം ട്രഷറി ഓഫീസർമാർക്ക് മുകളിൽ നിന്ന് ഒരു രഹസ്യ നിർദ്ദേശം കിട്ടിയിരിക്കുകയാണ്. 25 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഒരു ബില്ലും പാസ്സാക്കരുത് എന്നാണ് ആ നിർദ്ദേശം. അതായത് സർക്കാരിന് വേണ്ടി പണി ചെയ്ത ഒരു കരാറുകാരന് 1 കോടി രൂപ കിട്ടാനുണ്ടെങ്കിൽ അയാൾക്ക് ഇപ്പോൾ വെറും 25 ലക്ഷം കിട്ടിയാൽ ഭാഗ്യം. ബാക്കി തുക എന്ന് കിട്ടുമെന്ന് ആർക്കും അറിയില്ല. ശനിയാഴ്ച രാവിലെ വരെ 5 കോടി രൂപ വരെയുള്ള ബില്ലുകൾ മാറാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഉച്ചയായപ്പോഴേക്കും ഖജനാവ് കാലിയാണെന്ന് ബോധ്യപ്പെട്ടതോടെ അത് പെട്ടെന്ന് 25 ലക്ഷമാക്കി കുറച്ചു. പാവം ഉദ്യോഗസ്ഥരും കരാറുകാരും എന്ത് ചെയ്യണമെന്നറിയാതെ കുഴയുകയാണ്. തിങ്കളാഴ്ച ഉച്ചയോടെ ട്രഷറിയിലെ ഇടപാടുകൾ പൂർണ്ണമായും നിർത്താനാണ് പ്ലാൻ. അതായത് സാമ്പത്തിക വർഷം അവസാനിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ സർക്കാർ കൈമലർത്തുകയാണ്. ഇവിടെയാണ് നമ്മുടെ ധനമന്ത്രി KN ബാലഗോപാലിന്റെ പ്രകടനം നമ്മൾ കാണേണ്ടത്. കേന്ദ്രം പൈസ തരുന്നില്ല, കേന്ദ്രം നമ്മളെ ശ്വാസം മുട്ടിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ സ്ഥിരം പല്ലവി. കേന്ദ്രത്തിന്റെ വിഹിതത്തിൽ കുറവുണ്ടായിരിക്കാം, പക്ഷേ കിട്ടുന്ന പണമൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? നികുതി പിരിക്കുന്ന കാര്യത്തിൽ സർക്കാർ പരാജയമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ സർക്കാരിന്റെ ആഡംബരങ്ങൾക്കോ മന്ത്രിമാരുടെ വിദേശ യാത്രകൾക്കോ പുതിയ കാറുകൾ വാങ്ങുന്നതിനോ യാതൊരു പഞ്ഞവുമില്ല. ഖജനാവിൽ എലി ഓടുമ്പോഴും ഹെലികോപ്റ്റർ വാടകയ്ക്കടിക്കാനും കോടികൾ പൊടിച്ച വിദേശത്ത് പോവാനും പണമുണ്ട്. സാധാരണക്കാരന്റെ പെട്രോളിനും മദ്യത്തിനും നികുതി അടിച്ചേൽപ്പിക്കുമ്പോൾ പറഞ്ഞത് കേരളത്തെ രക്ഷിക്കാനാണെന്നാണ്. ഇപ്പോൾ ആ പണമൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചാൽ മന്ത്രിമാർക്ക് ഉത്തരമില്ല. കരാറുകാർ വലിയ പ്രതിസന്ധിയിലാണ്. അവർ പലിശയ്ക്ക് പണമെടുത്ത് സർക്കാരിന്റെ പണികൾ പൂർത്തിയാക്കുന്നു. പക്ഷേ പണി കഴിഞ്ഞ് ബില്ല് സമർപ്പിക്കുമ്പോൾ സർക്കാർ പറയും അടുത്ത കൊല്ലം നോക്കാം എന്ന്. ഇത് വെറും സാമ്പത്തിക പ്രതിസന്ധിയല്ല, ഇതൊരു ഭരണപരമായ പരാജയമാണ്. ഏപ്രിൽ മാസമായാൽ വീണ്ടും കടമെടുക്കാമെന്നാണ് സർക്കാർ കണക്കുകൂട്ടുന്നത്. അതായത് ഒരു കടം വീട്ടാൻ അടുത്ത കടമെടുക്കുക. വരും തലമുറയെ മുഴുവൻ കടക്കാരാക്കി മാറ്റിക്കൊണ്ട് എന്ത് വികസനമാണ് ഇവർ ഈ പറയുന്നത്? പഞ്ചായത്തുകളിലെ വികസന പ്രവർത്തനങ്ങൾ മുതൽ വലിയ റോഡ് പണികൾ വരെ ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ടും യാഥാർത്ഥ്യം സമ്മതിക്കാതെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന പ്രസംഗങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർന്നു കഴിഞ്ഞു. അടിയന്തര ആവശ്യങ്ങൾക്ക് പോലും പണമില്ലാത്ത അവസ്ഥയിലേക്ക് സംസ്ഥാനം മാറിയിരിക്കുന്നു. ഇത്രയും വലിയ തുക കടമെടുത്തിട്ടും ശമ്പളവും പെൻഷനും കൊടുക്കാൻ സർക്കാർ പാടുപെടുകയാണ്. ഇതൊരു മുന്നറിയിപ്പാണ്. ഇനിയും ധൂർത്തും കെടുകാര്യസ്ഥതയും തുടർന്നാൽ ട്രഷറി പൂട്ടുക മാത്രമല്ല, സംസ്ഥാനം തന്നെ നിശ്ചലമാകുന്ന അവസ്ഥ വരും. ഈ സത്യങ്ങൾ ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആഡംബരത്തിനും PR വർക്കിനും കൊടുക്കുന്ന പ്രാധാന്യം ജനങ്ങളുടെ പട്ടിണി മാറ്റാൻ സർക്കാർ കാണിക്കുന്നില്ല എന്നതാണ് കൈപ്പേറിയ സത്യം. ഇത് വെറും വാക്കുകളല്ല, നമ്മുടെ ട്രഷറികൾക്ക് മുന്നിൽ ക്യൂ നിൽക്കുന്ന പാവപ്പെട്ടവന്റെ സങ്കടമാണ്. സത്യത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനെ സമ്മതിക്കണം. അദ്ദേഹത്തിന്റെ ആ ഇരട്ടച്ചങ്കുണ്ടല്ലോ, അത് വെറും ഒരു വാക്കല്ല എന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. സാധാരണ ഏതൊരു ഭരണാധികാരിയും ഖജനാവ് കാലിയാകുമ്പോൾ ഒന്ന് പതറും, ജനങ്ങളോട് സത്യാവസ്ഥ പറയും. പക്ഷേ നമ്മുടെ ഇരട്ടച്ചങ്കൻ അങ്ങനെയല്ല. ഒരു വശത്തെ ട്രഷറിയിൽ 25 ലക്ഷം രൂപയുടെ ബില്ല് മാറാൻ പോലും വകയില്ലാതെ പൂട്ട് വീഴുമ്പോൾ മറുവശത്ത് യാതൊരു കുലുക്കവുമില്ലാതെ വികസന നായകൻ ചമയാൻ ആ ചങ്കൂറ്റം തന്നെ വേണം. ലോകം മുഴുവൻ ചുറ്റി നടന്ന വികസനം കൊണ്ടുവരാമെന്ന് പറയുന്ന മുഖ്യമന്ത്രി അറിയുന്നുണ്ടോ ഇവിടെ സ്വന്തം നാട്ടിലെ കരാറുകാർ പണി ചെയ്ത കാശിനായി ട്രഷറിക്ക് മുന്നിൽ തപസ്സിരിക്കുന്നത്? കടം വാങ്ങി നാട് മുടിക്കുമ്പോഴും എല്ലാം ശരിയാകുമെന്ന് പറയാൻ പ്രത്യേകം ഒരു തൊലിക്കെട്ട് തന്നെ വേണം. ഇരട്ടച്ചങ്കൻ എന്ന് നമ്മൾ വിളിക്കുന്നത് വെറുതെയല്ല. കാരണം ഒരു ചങ്ക് കടമെടുക്കാനും അടുത്ത ചങ്ക് ആ പൈസ എങ്ങനെ ദൂർത്തടിക്കണമെന്ന് ചിന്തിക്കാനുമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഹെലികോപ്റ്ററിൽ പറക്കാനും വിദേശത്ത് പോകാനും പണമില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം ഇതുവരെ മാറി നിന്നിട്ടില്ലല്ലോ. പക്ഷേ പാവം പെൻഷൻകാരും ജീവനക്കാരും പൈസ ചോദിക്കുമ്പോൾ മാത്രം ആ ഇരട്ടച്ചങ്കിനുള്ളിൽ നിന്ന് കേന്ദ്രത്തിന്റെ അവഗണന എന്ന പഴയ കരച്ചിൽ പുറത്തു വരും. ട്രഷറിയിൽ 25 ലക്ഷത്തിന് മുകളിലുള്ള ബില്ലുകൾക്ക് അനുമതി നിഷേധിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്കും പബ്ലിസിറ്റിക്കും വേണ്ടി ഒഴുകുന്ന കോടികൾക്ക് ഒരു നിയന്ത്രണവുമില്ല. ഇതാണോ ആ ഇരട്ടച്ചങ്കന്റെ കരുത്ത്? സ്വന്തം ജനത സാമ്പത്തികമായി ശ്വാസം മുട്ടുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കാൻ ഇത്രയും വലിയ ചങ്കൂറ്റം വേറെ ആർക്കുണ്ടാവും? നമ്മുടെ മുഖ്യമന്ത്രിയെ മാത്രം പറഞ്ഞാൽ മതിയോ?
കൂടെ നിൽക്കുന്ന സാമ്പത്തിക മാന്ത്രികൻ KN ബാലഗോപാലിനെ കൂടി ഒന്ന് സ്മരിക്കേണ്ടേ? സത്യത്തിൽ കേരളം കണ്ട എക്കാലത്തെയും വലിയ കളക്ഷൻ ഏജന്റാണ് നമ്മുടെ ധനമന്ത്രി. ഓരോ മാസവും അദ്ദേഹം കടപ്പത്രം ഇറക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതാ വരുന്നു പണം, ഇനി എല്ലാം ശരിയാകുമെന്ന്. പക്ഷെ ആ പണമൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ബാലഗോപാൽ സാർ ഉടനെ തന്റെ പഴയ ബാഗ് തുറക്കും. അതിൽ നിന്ന് ഒരു വലിയ ലിസ്റ്റ് എടുക്കും. കേന്ദ്രത്തിന്റെ അവഗണന, GST വിഹിതം തരുന്നില്ല, കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചു, ഇങ്ങനെ നീളുന്ന പരാതിക്കെട്ട് കേട്ടാൽ തോന്നും പുള്ളി മന്ത്രിയല്ല, മറിച്ച് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവാണെന്ന്. ബാലഗോപാൽ സാറിന്റെ ഒരു രീതി നോക്കൂ. ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം വലിയ പുലിയാണ്. അവിടെ കോടികൾ വരും, ഇവിടെ ലക്ഷങ്ങൾ തരും എന്നൊക്കെ പ്രസംഗിക്കും. പക്ഷേ പ്രായോഗികമായി വരുമ്പോൾ ട്രഷറിയിൽ ഈച്ചയാട്ടുന്ന അവസ്ഥയാണ്. ഈ മാസം തന്നെ 2 തവണയായി 3000 കോടി കടമെടുത്തു. ആ പൈസ കൊണ്ട് അദ്ദേഹം എന്തു ചെയ്തു? ശമ്പളവും പെൻഷനും കൊടുക്കാൻ പോലും വകയില്ലാതെ നെട്ടോട്ടമോടുകയാണ്. എന്നിട്ടും പത്രക്കാർ ചോദിക്കുമ്പോൾ ഒരു പ്രത്യേക തരം ചിരിയുണ്ട്, സാമ്പത്തിക സുരക്ഷിതത്വമുണ്ട്, പക്ഷേ ചെറിയൊരു ഞെരുക്കമെന്ന്. ഈ ഞെരുക്കം കൊണ്ട് സാധാരണക്കാരന്റെ തൊണ്ടക്കുഴി വരെ ശ്വാസം മുട്ടുമ്പോഴാണ് മന്ത്രിയുടെ ഈ നിസ്സംഗത. ഇത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും നികുതി പിരിക്കുന്ന കാര്യത്തിൽ മന്ത്രി അമ്പേ പരാജയമാണ്. പക്ഷേ സാധാരണക്കാരന്റെ പോക്കറ്റിൽ കൈയിട്ട് വാരാൻ അദ്ദേഹത്തിന് ഒരു മടിയുമില്ല. പെട്രോളിന് നികുതി ഏർപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് പാവങ്ങളെ സഹായിക്കാനാണെന്നാണ്. ഇപ്പോൾ ആ പാവങ്ങൾക്കും പണമില്ല, ട്രഷറിയിലും പണമില്ല. 25 ലക്ഷത്തിന് മുകളിലുള്ള ബില്ലുകൾ പാസ്സാക്കരുതെന്ന് വാക്കാൽ നിർദ്ദേശം കൊടുക്കാൻ കാണിച്ച ആ ബുദ്ധി സമ്മതിക്കണം. ഉത്തരവിറക്കിയാൽ കോടതി ചോദിക്കുമെന്ന് പേടിച്ച് ഉദ്യോഗസ്ഥരെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ്. സത്യത്തിൽ ബാലഗോപാൽ സാർ ഒരു മികച്ച ബാലൻസിംഗ് ആക്ട് ആണ് നടത്തുന്നത്. ഒരു കൈയിൽ കടപ്പത്രം, മറുകൈയിൽ കേന്ദ്രത്തിനെതിരെയുള്ള പോസ്റ്റർ. ഇതിനിടയിൽ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം വെച്ച് അദ്ദേഹം പന്താടുകയാണ്. സ്വന്തം വകുപ്പിൽ എന്ത് നടക്കുന്നു എന്ന് പോലും അറിയാതെ ഏപ്രിൽ മാസത്തിൽ അടുത്ത കടമെടുപ്പ് എപ്പോൾ നടത്താമെന്ന് പ്ലാൻ ചെയ്യുന്ന ഒരു ധനമന്ത്രി നമുക്ക് മാത്രം സ്വന്തം. ഖജനാവ് പൂട്ടിക്കിടക്കുമ്പോഴും വികസനത്തെക്കുറിച്ച് വാചാലനാകുന്ന ഈ സാമ്പത്തിക ശാസ്ത്രം ലോകത്ത് ഒരിടത്തും പഠിപ്പിക്കാത്ത ഒന്നാണ്. ഖജനാവ് കാലിയാക്കുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് കിട്ടിയ ഏറ്റവും മികച്ച വലങ്കൈ തന്നെയാണ് നമ്മുടെ ബാലഗോപാൽ. ഇന്ന് ഓരോ കുഞ്ഞും ലക്ഷക്കണക്കിന് രൂപയുടെ കടക്കാരനായിട്ടാണ് കേരളത്തിൽ ജനിക്കുന്നത്. വരും തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കരുതി വെച്ചിരിക്കുന്നത് വികസനമല്ല, മറിച്ച് പലിശ അടച്ചു തീർക്കാൻ കഴിയാത്ത അത്രയും വലിയൊരു കടക്കെണിയാണ്. സത്യത്തിൽ കേരളം ഏത് നിമിഷവും തകരാവുന്ന ഒരു സാമ്പത്തിക ബോംബിന് മുകളിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി കടമെടുക്കാൻ പോലും ബാക്കി വെക്കാത്ത അത്രയും വലിയ തുകകൾ നമ്മൾ വാരിക്കൂട്ടി കഴിഞ്ഞു. ഒരു വീട് പണിയാൻ ലോൺ എടുക്കുന്നത് പോലെ അല്ല ഇത്. എടുത്ത ലോണിന്റെ പലിശ അടയ്ക്കാൻ വേണ്ടി വീണ്ടും ലോൺ എടുക്കുന്ന ആത്മഹത്യാപരമായ ഏർപ്പാടാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. എന്നിട്ടും നമ്മുടെ സർക്കാർ പറയുന്നത് നമ്മൾ നമ്പർ 1 ആണെന്നാണ്. അതെ, കടമെടുക്കുന്ന കാര്യത്തിലും ജനങ്ങളെ പറ്റിച്ച് ആഡംബരം കാണിക്കുന്ന കാര്യത്തിലും നമ്മൾ ലോകത്ത് നമ്പർ 1 ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാസം 3000 കോടി കടമെടുത്തു. അടുത്ത മാസം ഏപ്രിൽ പിറക്കുമ്പോൾ വീണ്ടും കടമെടുക്കാൻ ക്യൂ നിൽക്കുകയാണ്. ഇങ്ങനെ പോയാൽ കേരളത്തിൽ ഒരു സർക്കാർ ഓഫീസ് പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. ട്രഷറിയിലെ 25 ലക്ഷം രൂപയുടെ പരിധി വെറും തുടക്കം മാത്രമാണ്. നാളെ ശമ്പളവും പെൻഷനും പോലും നൽകാൻ കഴിയാതെ കൈമലർത്തുന്ന ആ ദിവസം ദൂരെയല്ല. വരും തലമുറയ്ക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കുന്നതിന് പകരം അവരെ വലിയൊരു പടുകുഴിയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഭരണകൂടം. വികസനം എന്നത് വെറും പാലവും റോഡും മാത്രമല്ല, സാമ്പത്തികമായ അച്ചടക്കം കൂടിയാണ്. അതില്ലാത്തൊരു സർക്കാരിന് എങ്ങനെയാണ് ജനങ്ങളെ നയിക്കാൻ കഴിയുക? ഇത്രയും വലിയ സാമ്പത്തിക തകർച്ചയുടെ വക്കിൽ നിൽക്കുമ്പോഴും സത്യാവസ്ഥ സമ്മതിക്കാതെ വീരവാദം മുഴക്കുന്ന ഭരണാധികാരികൾ വരും തലമുറയോട് ചെയ്യുന്നത് നീതീകരിക്കാനാവാത്ത ചതിയാണ്. കേരളത്തിന്റെ അവസ്ഥ ശരിക്കും ദയനീയമാണ്. പ്രതിസന്ധിയല്ല ഇത്, ഒരു വലിയ തകർച്ചയുടെ തുടക്കം തന്നെയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.